ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 1020 ഇലക്ട്രോഡ് സിസ്റ്റമാണ്. അപ്പോൾ 1020 ഇലക്ട്രോഡ് സിസ്റ്റം എന്ന് പറയുന്നത് EEGയുടെ ഇലക്ട്രോഡ്സ് സ്കാൽപ്പിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ സ്കാൽപ്പിൻ്റെ ചില മെഷർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ 10% ആൻഡ് 20% ഓഫ് ദ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അപ്പോൾ നെയ്സൺ എന്ന് പറയുന്നത് പിക്ചർ കാണിച്ചു തരാം. യെസ്, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം നെയ്സൺ എന്ന് എഴുതി. അതായത് നമ്മുടെ പൊട്ട് കുത്തുന്നതിൻ്റെ കുറച്ച് താഴെയായിട്ടുള്ള ആ ഒരു പോർഷനാണ് നെയ്സൺ എന്ന് പറയുന്നത്. അതായത് മൂക്കിൻ്റെയും ഫോർഹെഡിൻ്റെ ഇടയിൽ വരുന്ന ഒരു പൊസിഷൻ, അതാണ് നെയ്സൺ. ഇനിയൻ എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ബാക്കിൽ, സ്കാൽപ്പിൻ്റെ ബാക്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് സ്കാൽപ്പിൻ്റെ ഒരു എൻഡിങ് പോലെ, ഒരു കുഴി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ പൊസിഷനാണ് ഇനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ EEG മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മെഷർ ചെയ്യുന്നത് ഈ നെയ്സണിൽ നിന്ന് തലയുടെ സെൻറ്ററിലൂടെ, അതായത് മൂർധാവിലൂടെ ഇനിയനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. അതാണ് നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇയർ ടു ഇയർ ഡിസ്റ്റൻസ് ആണ്. അതായത് ലെഫ്റ്റ് ഇയറിൻ്റെ നമ്മളിപ്പം വാ തുറക്കുമ്പോൾ നിങ്ങൾ ഈ ഇയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൈ വെച്ചിട്ട് വാ തുറക്കുമ്പം അവിടെ ഒരു ജോയിൻ്റ് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ ആ പൊസിഷനിൽ നിന്ന്, അതായത് ലെഫ്റ്റ് ഇയറിൽ നിന്ന് റൈറ്റ് ഇയറിലേക്ക് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഹെഡ്, അതായത് മൂർധാവിലൂടെ, തലയുടെ നടുവിലുണ്ടാവുമല്ലോ മൂർധാവ്, അതിലൂടെ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. അതിനാണ് നമ്മൾ ഇയർ ടു ഇയർ ഡിസ്റ്റൻസ്, അതായത് ലെഫ്റ്റ് ഇയറിൽ നിന്ന് റൈറ്റ് ഇയറിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അതാണ് സെക്കൻഡ് മെഷർമെൻറ്റ്. പിന്നെ നമ്മൾ മെഷർ ചെയ്യുന്നത് സർക്കംഫറൻസ് ഓഫ് ദ ഹെഡാണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അതായത് നമ്മൾ മുന്നിൽ നമ്മൾ നേരത്തെ നെയ്സൺ പറഞ്ഞല്ലോ, ഈ നെയ്സണിൽ നിന്ന് ലെഫ്റ്റ് ഇയറിൽ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത പൊസിഷൻ, അതിൻ്റെ കൂടെ ബാക്കിൽ വന്ന ഇനിയനിൽ നിന്ന് റൈറ്റ് ഇയർ, അങ്ങനെ തലയ്ക്ക് ചുറ്റുമായിട്ട് ആ ഇനിയനിൽ നിന്ന് വീണ്ടും നെയ്സണിലേക്ക്, അങ്ങനെ നമ്മൾ തലയുടെ ഒരു ചുറ്റളവ് മെഷർ ചെയ്യാം. അതാണ് നമ്മുടെ സർക്കംഫറൻസ് ഓഫ് ദ ഹെഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 മെഷർമെൻറ്റ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ 10% 20% കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ്സ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇലക്ട്രോഡ്സ് വെക്കുന്നത് സിമെട്രിക്കലായിട്ടാണ് വെക്കുന്നത്. അതായത് ബ്രെയിനിൻ്റെ നമ്മൾ ഇങ്ങനെ കുത്തനെ വെട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്ന അതേപോലെ തന്നെയാണ് ഇലക്ട്രോഡ്സ് റൈറ്റ് സൈഡിലും വെക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇലക്ട്രോഡ്സിന് പല ലോബ്സുകളായിട്ടാണ് ഇലക്ട്രോഡ്സ് വരുന്നത്. അതായത് ബ്രെയിനിന് പല ലോബ്സ് ഉണ്ടല്ലോ, ഫ്രണ്ടൽ ലോബ്, പെരൈറ്റൽ, ഓസിപിറ്റൽ ആൻഡ് ടെമ്പറൽ. അപ്പോൾ ഏത് ലോബിൻ്റെ മുകളിലാണോ ആ ഇലക്ട്രോഡ് വരുന്നത്, ആ ലോബിൻ്റെ പേരായിരിക്കും അതിനുണ്ട്. അതായത് എഫ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്രണ്ടൽ ലോബാണ്, പി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെരൈറ്റൽ ലോബ്, ഒ എന്ന് പറയുന്നത് ഒസിപിറ്റൽ ലോബ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറൽ ലോബ്. അപ്പോൾ റൈറ്റ് സൈഡിലും ഉണ്ടായിരിക്കും, അതേപോലെ ലെഫ്റ്റ് സൈഡിലും ഇതേ ലോബ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ സി എന്ന് പറയുന്നത് സെൻറ്ററാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്പേഴ്സ് കൊടുത്തിരിക്കണം, P1 P2 C1 C2 O1 O2 O3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സ് ഉള്ള ഇലക്ട്രോഡ്സ് വെക്കുന്നത് ലെഫ്റ്റ് സൈഡിലും, ഈവൺ നമ്പേർഡ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്. അതായത് T3 എന്ന് പറഞ്ഞാൽ ടെമ്പറൽ ലോബ് ഓൺ ദ ലെഫ്റ്റ് സൈഡിലുള്ള ടെമ്പറൽ ലോബാണ് T3 എന്ന് പറയുന്നത്. T4 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ടെമ്പറൽ ലോബാണ്. അതേപോലെ O1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഓസിപിറ്റൽ ലോബാണ്. O2 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഓസിപിറ്റൽ ലോബാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോഡ്സ് ബൈപോളാർ റെക്കോർഡിംഗ് ഉണ്ട്, യൂണിപോളാർ റെക്കോർഡിംഗ് ഉണ്ട്. ബൈപോളാർ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ECGനെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും 2 ആക്റ്റീവ് ഇലക്ട്രോഡ്സിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിയർ ബൈ ആയിട്ട് വരുന്ന ഏതെങ്കിലും 2 ഇലക്ട്രോഡ്സ്, അതായത് ഇപ്പം FP1ഉം F1ൻ്റെയും അല്ലെങ്കിൽ FP1ഉം F7ൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ മെഷർമെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെഷർമെൻറ്റ് നടത്തുന്നതാണ് ബൈപോളാർ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. യൂണിപോളാർ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്റ്റീവ് ഇലക്ട്രോഡും
പിന്നെ റെഫറൻസ് ഇലക്ട്രോഡ്. റെഫറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടൽ പോർഷൻ, അതായത് നെറ്റിയുടെ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഇയർ ലോബ്സ് ആണ് നമ്മളുടെ ഇവിടുത്തെ റെഫറൻസ് പോർഷനായിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നിങ്ങൾ ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ഇതുപോലെ വരയ്ക്കുക. അപ്പം മുകളിൽ ഈ കാണുന്ന ഈ പോർഷനാണ് നിങ്ങളുടെ മൂക്കിൻ്റെ പോർഷനായിട്ട് കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ നെയ്സൺ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ വരുന്നത് ഇനിയനാണ്. ഇവിടെ ലെഫ്റ്റ് ഇയർ, റൈറ്റ് ഇയർ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. സോ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് നിങ്ങൾ ആദ്യം മെഷർ ചെയ്യുക. അപ്പം ഈ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ 10%ഉം 20%ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം 10%ഉം 20%ഉം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ നെയ്സണിൽ നിന്ന് 10% ഡിസ്റ്റൻസ് എടുത്തിട്ട് നിങ്ങൾ വെക്കേണ്ടതാണ് FPZ എന്ന് പറഞ്ഞത്. FPZ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെൻട്രൽ ലൈനാണ് Z എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ Z എന്ന് കാണിക്കുന്നത് സെൻറ്റർ ലൈനിൻ്റെ മുകളിൽ, അതായത് നെയ്സൺ ടു ഇനിയനിലേക്ക് വരുന്ന സെൻറ്റർ ലൈനിലൂടെ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിന് സഫിക്സ് ആയിട്ട് കൊടുക്കുന്നത് Z ആണ്. കാരണം അത് ഈവണും അല്ല ഓടും അല്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10% നെയ്സണിൽ നിന്ന് 10% ഡിസ്റ്റൻസിൽ FPZ വെച്ചു. അതിൽ നിന്ന് നിങ്ങൾ 20% ഡിസ്റ്റൻസിൽ, അതായത് ഈ പൊസിഷനിൽ നിന്ന് 20% ഓഫ് ദ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അപ്പോൾ 20% ഓഫ് ദ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10% ഇവിടെ വെച്ചു. പിന്നെ ഇവിടെ നിന്ന് ഒരു 20% ഡിസ്റ്റൻസ്, ഇവിടെ ടോട്ടൽ ഉള്ളതിൻ്റെ ഒരു 20% ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് വെക്കണം, നിങ്ങളുടെ FZ വയ്ക്കുക. ഇവിടെ വെക്കേണ്ടത് FZ ആണ്. ഇനി അതിന് ശേഷം ഇതിൽ നിന്ന് 20% ഡിസ്റ്റൻസ് എടുക്കുക. അപ്പം ഇവിടെ നിങ്ങൾ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ ആണ് വരുന്നത്, അതാണ് CZ വയ്ക്കുന്നത്. ഇവിടെ CZ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഹാഫ് ദ ഡിസ്റ്റൻസ് 20, 10 50% കഴിഞ്ഞു. ഇനി താഴോട്ടേക്ക് 50% ആണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇത് ഫ്രണ്ടൽ ലോബാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ് F വന്നത്. C എന്ന് പറഞ്ഞാൽ സെൻറ്ററാണ്, സെൻറ്റർ ലൈനിലും കൂടി അതിനെക്കൊണ്ട് അതിന് സഫിക്സ് Z വന്നു. അതിനുശേഷം ഇനിയനിൽ നിന്ന് ഇതേപോലെ തന്നെ 10% ഡിസ്റ്റൻസിൽ നിങ്ങൾ വെക്കേണ്ടതാണ് OZ. ഓക്കെ, 10% ഡിസ്റ്റൻസിൽ OZ, ഇത് ഓസിപ്പിറ്റൽ ലോബിലാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് 20% ഡിസ്റ്റൻസിൽ നിങ്ങൾ വെക്കേണ്ടത് PZ, അത് പെറൈറ്റൽ ലോബിലേക്കായി, അപ്പോൾ അതുകൊണ്ട് PZ വന്നു. പിന്നെ ഇവിടുന്ന് 20%ലേക്ക് CZ നിങ്ങൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പം ഈ ലൈനിലുള്ള ഇലക്ട്രോഡ്സ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 10%, 20% കാൽക്കുലേറ്റ് ചെയ്യാം. 10% നെയ്സണിൽ നിന്ന് 10% വെച്ചിട്ട് FPZ, പിന്നെ FPZ നിന്ന് 20% ഓഫ് ദ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ട് FZ, പിന്നെ അതേപോലെ CZ 20% കഴിയുമ്പോൾ CZ, പിന്നെ അതേപോലെ ഇനിയനിൽ നിന്ന് 10%ൽ OZൽ നിന്ന് 20% ഓഫ് ദ നെയ്സൺ ടു ഇനിയൻ ഡിസ്റ്റൻസിൽ PZ, വീണ്ടും നേരത്തെ പ്ലേസ് ചെയ്ത് CZ ആയിരിക്കും 20%ൽ വരിക. ഇനി നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്, നിങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ടാവുക ഇയർ ടു ഇയർ ഡിസ്റ്റൻസ് മെഷർ ചെയ്താണ്. ലെഫ്റ്റ് ഇയറിൽ നിന്ന് റൈറ്റ് ഇയറിലേക്കുള്ള ഡിസ്റ്റൻസ് ത്രൂ CZ, ലെഫ്റ്റ് ഇയറിൽ നിന്ന് റൈറ്റ് ഇയറിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടാകും ത്രൂ CZലൂടെ മെഷർ ചെയ്യുക. ആ മെഷർമെൻറ്റിൻ്റെ 10%ഉം 20%ഉം കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10% ഡിസ്റ്റൻസിൽ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടതാണ്. 10% ഡിസ്റ്റൻസ്, ലെഫ്റ്റ് ഇയറിൽ നിന്ന് 10% ഡിസ്റ്റൻസിൽ നിങ്ങൾ T3 വെച്ച് കൊടുക്കുക. T3യിൽ നിന്ന് 20% ഡിസ്റ്റൻസിൽ, T3യിൽ നിന്ന് 20%, 10%ൽ T3 പ്ലേസ് ചെയ്തു. T3യിൽ നിന്ന് 20% ഡിസ്റ്റൻസിൽ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് ഏതാണ്, C3. C3യിൽ നിന്ന് വീണ്ടും 20% ഡിസ്റ്റൻസിലായിരിക്കും CZ ഉണ്ടായിരിക്കുക. അതേപോലെ CZൽ റൈറ്റ് സൈഡിൽ നിന്ന് 10% ഡിസ്റ്റൻസിൽ നിങ്ങൾ T4, ഇവിടെ T3 ആണ്, അപ്പോൾ അതിന്
കറസ്പോണ്ടിങ് മറ്റേ സൈഡിലേക്ക് വരുമ്പം അത് T4 ആയിട്ട് മാറും. T4ൽ നിന്ന് 20% ഡിസ്റ്റൻസിൽ നിങ്ങൾ C4, ഇവിടെ നോക്കുക, ഇവിടെ C3 ആണ്. അതിൻ്റെ സിമെട്രിക്കൽ ഇലക്ട്രോഡ് അടുത്ത സൈഡിൽ വരുമ്പം അത് C4 ആണ്. പിന്നെ സെൻറ്ററിൽ C സെറ്റ്. അപ്പോൾ ടോട്ടൽ 100 വരും. ഇത് എല്ലാം കൂടി 10, 20, 20, 20, 20 ഇത് 100 വരും. അതേപോലെ ഇങ്ങനെ മെഷർ ചെയ്യുമ്പം ഇതും 100% ആക്കും. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഇയറിൽ നിന്ന് റൈറ്റ് ഇയറിലേക്ക് ത്രൂ C സെറ്റ് മെഷർ ചെയ്യുക. അതിൻ്റെ 10%, 20% കാൽക്കുലേറ്റ് ചെയ്യുക. 10%ൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10%ൽ T3 വയ്ക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് 10% എടുത്തിട്ട് T4 വയ്ക്കുക. T3യിൽ നിന്ന് 20% മെഷർ ചെയ്തിട്ട് C3 വയ്ക്കുക. അതേപോലെ T4ൽ നിന്ന് 20% ഓഫ് ദ ഡിസ്റ്റൻസിൽ C4 വയ്ക്കുക. C സെറ്റ് നിങ്ങൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഈ ലൈൻസും കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ നിങ്ങൾ സർക്കംഫറൻസ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സർക്കംഫറൻസ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട്